ഹായ് ഗൈസ്, 2025 നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണെങ്കിലും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നത്. 2025 എന്തുകൊണ്ടാണ് കോണ്ടന്റ് ക്രിയേഷൻ നമ്പർ 1 സ്കില്ലായി മാറുന്നത്? നമ്പർ 1, ഫ്രീ അറ്റൻഷൻ. യെസ്, നിങ്ങൾക്ക് ഒരു പൈസ പോലും ചെലവാക്കാതെ നിങ്ങളുടെ സർവീസോ നിങ്ങളുടെ പ്രൊഡക്റ്റോ നിങ്ങളുടെ കഴിവോ നിങ്ങൾക്ക് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നമ്പർ 2, ബിൽഡ് ട്രസ്റ്റ്. അതെ, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ് വഴിയോ കോണ്ടന്റ് ക്രിയേഷൻ വഴിയോ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ ആവശ്യമായ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. നമ്പർ 3, ലെവറേജ്. നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു, കൂടുതൽ ക്ലയൻസിനെ കിട്ടുന്നു, അതുപോലെ തന്നെ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 2025 ഏറ്റവും ബൂമിംഗ് ആയ മേഖല എന്ന് പറയുന്നത് AI ആണ്. ഈ കാലഘട്ടത്തിൽ കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ലാക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. വ്യക്തമായൊരു ക്ലാരിറ്റി ഇല്ലാത്തതും അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. ഞാനിത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വന്ന മെസ്സേജിൽ നിന്നാണ്. മോസ്റ്റ് ഓഫ് ദ മെസ്സേജിലും എല്ലാവരും ചോദിക്കുന്നത് എന്താണ് കോണ്ടന്റ് ക്രിയേഷൻ, എങ്ങനെയാണ് ഞാൻ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലൊന്ന്. യെസ്, കോണ്ടന്റ് ക്രിയേഷൻ ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ് കോണ്ടന്റ് ക്രിയേഷൻ, കോണ്ടന്റ് ക്രിയേഷൻ്റെ ബേസിക്സും അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ്റെ പ്രിൻസിപ്പിൾസും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കസിൻസിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സീ യു ഓൺ ഡേ 1.